ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ബാലരാമപുരം വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാചരണത്തിന് തുടക്കമായി. ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്രയിൽ സിറാജുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ബാലരാമപുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെത്തി. ബാലരാമപുരം വലിയ പള്ളി ചീഫ് ഇമാം അബ്ദുൽ ലത്തീഫ് മൗലവി അൽ കൗസരിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം കൊടിയേറ്റ് നടന്നു. ജമാഅത്ത് പ്രസിഡന്റ് ഷാനവാസ് മൗലവിയാണ് പതാക ഉയർത്തിയത്. ഇതോടെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന നബിദിനാചരണ പരിപാടികൾക്കും തുടക്കമായി. ഇന്നു മുതൽ 17 വരെ വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ പുസ്തക പ്രദർശനവും വിൽപ്പനയും കോഴിക്കോട് മങ്കട സ്വദേശി റഷീദിൻ്റെ നേതൃത്വത്തിൽ ഖുർആൻ പ്രദർശനവും ഉണ്ടായിരിക്കും. സംസ്ഥാന അധ്യാപക പുരസ്കാര ജേതാവ് സെൽവരാജ് ജോസഫിൻ്റെ ശേഖരണത്തിലെ അപൂർവ കറൻസികളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷവും മദ്രസ വിദ്യാർത്ഥികളുടെ ദീനീയ കലാപരിപാടികളും നടക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1501 നബിദിനാചരണവുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം വലിയ പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം വളരെ കൂടുതൽ പ്രത്യേകതകളുണ്ട്. അതിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ മതപ്രഭാഷണ പരമ്പരയും, അതുപോലെ തന്നെ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് ഖുർആൻ എക്സിബിഷൻ, അതുപോലെ തന്നെ ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്ന ജീവികൾ, ഖുർആനിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഖുർആൻ എക്സിബിഷൻ ഈ പ്രാവശ്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഖുർആൻ എക്സിബിഷനെ സംബന്ധിച്ച് നമ്മളെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു മഹല്ല് കമ്മിറ്റി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഖുർആൻ എക്സിബിഷൻ നടത്തുന്നത്. ഇത് മറ്റുള്ള മതസ്ഥരെ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഖുർആൻ്റെ പൂർവമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു എക്സിബിഷനാണ്. അതിലും എല്ലാവരും ഹാർദവമായി പങ്കെടുക്കണമെന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ ജീവിത ചരിത്രം, നബിതങ്ങളുടെ വീടുകൾ, നബിതങ്ങൾ ജീവിച്ച കാലത്തുള്ള അതുപോലുള്ള കുറേ സാധനങ്ങൾ, കുറേ കാര്യങ്ങളും ഇവിടെ നമ്മുടെ മഹല്ലിലെ ഉസ്താദന്മാർ മുഅല്ലിമീങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബ ശരീഫ് ഉംറ ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മഹലിലുണ്ടായിരുന്ന വളരെ പഴക്കമുള്ള വസ്തുക്കൾ അതുവരെ കാണാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പല വ്യത്യസ്തമായ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മളെ മഹലിൽ ചെയ്യുന്നുണ്ട്. അത് കാണുന്നതിന് വേണ്ടി, കേൾക്കുന്നതിന് വേണ്ടിയും ഈ നാട്ടിലെ മുഴുവൻ ദീനീ സ്നേഹികളെയും മറ്റ് മതവിശ്വാസികളെയും ആദരവോടെ ഈ പള്ളി അങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 18, 19, 20, 21 എന്നീ ദിവസങ്ങളിൽ മതപ്രഭാഷണ പരമ്പര ഉണ്ടാവും. അതിനും കേരളത്തിലെ പ്രമുഖരായ മതപണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മതപ്രഭാഷണം നടത്തുന്നത്. 7:30 മതപ്രഭാഷണം തുടങ്ങുന്നത്. അതിനും എല്ലാ സഹോദരന്മാരെയും ആർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 23-ാം തീയതി നമ്മുടെ പൊതുസമ്മേളനം കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ അവറുകൾ നിർവഹിക്കുന്നു. ഖുർആൻ അച്ചടി വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങളും, അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്കുള്ള ഖുർആൻ വരെ ഈ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.